உன் வாட்டடங்கள் என்னை வாட்டுதடி, உன் வாட்டடங்கள் என்னை வாட்டுதடி, உன் வளைவுகளோ என்னை வளைக்குதடி. என் வாழ்க்கையில் தேவை தீபாய்வை, கண்கள் பார்த்தேன் கவியானே, இன்னும் பார்த்தால் எங்கே போவேன், உன்னாலே கம்பன் தாண்டுவேன், உன் இதழ் மேலே எழுதுவேன். ஏ மான் பொறு மங்கையே நில்லாயோ, செம்மாதுளைவாய் மொழி சொல்லாயோ. ஏ மான் பொறு மங்கையே நில்லாயோ, செம்മാതുളை. സംഭവം അവൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചുമ്മാ ഒരു മാട്രിമോണി അക്കൗണ്ട് തുടങ്ങിയിട്ടു. അപ്പോൾ അവന് ഓൾറെഡി മാട്രിമോണി അക്കൗണ്ട് ഉണ്ട്. അപ്പോഴത്തേക്ക് പക്ഷേ ഈ മാട്രിമോണി അക്കൗണ്ട് തുടങ്ങുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ കോൾസ് വരും, മെസ്സേജ് വരും, അതെനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾസ് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചുമ്മാ തുടങ്ങിയതാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ നമ്പറൊന്നും മാട്രിമോണിയിൽ വരാത്ത രീതിയിലാക്കി. വാട്സപ്പ് മെസ്സേജ് പറ്റത്തില്ല, പിന്നെ കോൾസ് പറ്റത്തില്ല, അല്ലാത്ത ഒന്നിലും പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ നോക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മെയിലൊക്കെ വന്നേക്കല്ലോ, ഹായ് ഐ ആം ശരത് ശേഖർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ റിപ്ലൈ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. എങ്ങനെയാന്ന് ചോദിച്ചാ എന്ത് പറയാന്, പാവാ. മാനവ്യാലകിം ചരാതടേ, മാനവ്യാലകിം ചരാതടേ, മാനവ്യാലകിം ചരാതടേ, മർമ്മമില്ലതിൽ പേദനേ മനസാമനവ്യാലകിം ചരാതടേ, സാമനവ്യാലകിം ചരാതടേ.
किं चरादडे कर्मकाण्डमद कृष्टुडै भव गगनचारुडै काशी चौदगा कर्मकाण्डमद कृष्टुडै भव गगनचारुडै काशी चौदगा कलिमानवा अवतारुडै कलिमानवा ചരാതടേ മർമ്മമെല്ലതിൽ പേദനെ മനസാമന വ്യാലക്കും ചരാതടേ Chara
കണ്ണെറിയരുതേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത് ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം തിങ്കൾ പൊന്നായി മിന്നും മിന്നൽ മിണ്ടാരം ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം ഉള്ളിനുള്ളിൽ തുടിക്കും അന്തി പിന്നിൻ റാന്തൽ പൂവട്ടം ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം ഓരോ രാവും പകലുകളായിതാ ഓരോ നോവും മധുരിതമായിതാ നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം
ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻവേലിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ ഇവ പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴയേ. ഷാരിനെ കുറിച്ച് എന്ത് പറയാനാ? ഷാരുഖ് എൻഗേജ്ഡ്. അത് തന്നെ ഞങ്ങൾക്കൊരു സർപ്രൈസിങ് തിങ് ആണ്. അവൻ ഇത്രയും എങ്കിലും വേഗം ചെയ്യും എന്നുള്ള കാര്യമൊക്കെ. ആൻഡ് കൃഷ്ണ ഞങ്ങൾക്ക് നല്ല കൂട്ടായിട്ട് തോന്നുന്നുണ്ട്. നമ്മളായിട്ട് നല്ല സിങ്ക് ഉണ്ട്. രണ്ടൊരു അടിപൊളിയാണ്. അതെ അതെ അതെ, കൂളാണ് അവർ രണ്ടുപേരും. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഫാമിലിയിൽ ഏറ്റവും ചില്ലും കൂടെ പയ്യനായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ഷാരു. ഇന്ന് അവൻ്റെ എൻഗേജ്മെന്റ് ആണ്. രണ്ടുപേരും അടിപൊളിയായിരിക്കുക, സൂപ്പർ കപ്പിളാണ്. ഷാരു എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സിബ്ലിംഗ് പോലെയാണ്. സിബ്ലിങ്ങിനെക്കാളും അവൻ എനിക്ക് ചില സമയത്ത് എൻ്റെ അനിയനാണോ ചേട്ടനാണോ തോന്നുന്ന രീതിയിലാണ് അവൻ എന്നോട് പെരുമാറുന്നത്. പക്ഷെ ഞങ്ങൾ അവന് ഭയങ്കര സിങ്കാണ്. എനിക്ക് അവനോട് എന്താ പറയുക, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. അവൻ എനിക്ക് എൻ്റെ തന്നെയാണ് അവൻ. ഇതു എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കരിയോന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഹാപ്പി എൻഗേജ്മെന്റ്, ഹാപ്പി. രണ്ടുപേരും അടിപൊളിയായിട്ടിരിക്കുക. എനിക്ക് മോളാണ് ആദ്യത്തത്. പക്ഷെ എനിക്ക് മോനോടാണ് ഇഷ്ടം, ആഗ്രഹം. അപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ മോനാണ് എൻ്റെ ശങ്കരൻ. ഞാൻ വിളിക്കുന്നത് ശങ്കരൻ. ഷാരു എന്ന് പറഞ്ഞാൽ ചെറുതിലെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ്. ഒരു അമ്മ മകൻ എന്നതിനേക്കാൾ ഞാനൊന്ന് പറഞ്ഞാൽ അവൻ എന്നോട് തിരിച്ചു പറയും, അങ്ങനെയാണ്. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മോൻ. എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്തു തരുന്ന എൻ്റെ മകൻ. എൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സൗണ്ട് എത്ര ദൂരെ നിന്ന് മാറിയാലും അവന് തിരിച്ചറിയാൻ പറ്റും. അത് ശരിയാ, അങ്ങനെയാണ്. അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ മോൻ. എൻഗേജ്മെന്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ ചില്ലമൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന അടുത്ത സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, ആ ദിവസത്തിൽ സന്തോഷമാണെന്ന് വെച്ചാൽ പൂർണ്ണമായും സന്തോഷമാണെന്ന് വെച്ചാൽ ഒരു ചെറിയ കുശുമ്പൊക്കെ ഉണ്ട്. മോൻ ഞങ്ങളെ വിട്ടു പോകുന്നില്ലേ, കൃഷ്ണ ഞങ്ങളുടെ കൂടെ ചേരും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത്രയും വിഷമമില്ലാതെ പോകുന്നു. കൃഷ്ണയും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ടീമാണെന്നാണ് ഞങ്ങളുടെ വൈബാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രത്യേകിച്ചൊരു വൈബുണ്ട്. ആ വൈബില് അവള് ചേരുന്നതാണ്. അതാണ് ഞങ്ങളുടെ സന്തോഷം. ഇന്നത്തെ ദിവസത്തില് എൻ്റെ മോനും കൃഷ്ണയ്ക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ. ഞങ്ങളെ ജീവിച്ചതിനേക്കാൾ അവൻ ഏറ്റവും സന്തോഷമായിട്ട് കൃഷ്ണയുമായിട്ട് അവൻ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവരുടെ സന്തോഷം അവരുടെ സന്തോഷമാണ്
എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നടക്കട്ടെ എങ്ങനെ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ മോളെന്ന് ഞാൻ സങ്കല്പിച്ചിരിക്കുന്നത് എൻ്റെ ചില്ലമ്മുവാണ്. പിന്നെ എനിക്ക് മീനൂട്ടിയുണ്ട്. മീനൂട്ടി എൻ്റെ മോളാണ്. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന മോളാണ് കൃഷ്ണ. കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടു പരിചയമുള്ള പോലെയാണ് അവൾ നമ്മളോട് പെരുമാറുന്നതും സ്നേഹം നമ്മളോട് കാണിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. അത് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിൽ കൃഷ്ണയും ഞങ്ങളുടെ കൂടെ ചേരുന്നുണ്ട്. അവൾ ചില്ലമ്മൂനെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഷാരുവിനെ ചേർക്കുന്ന പോലെ തന്നെ ചില്ലമ്മൂനെയും കണ്ണനെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ഫാമിലി, ഭയങ്കര മിങ്കിൾ ചെയ്യുന്ന ഞങ്ങൾ 3 പേരാണ്. വന്ന 3 പേരും വളരെ തിക്കായിട്ടുള്ള ഒരു ഇതാണ്, ഫാമിലിയാണ്. അതുപോലെയാണ് ഇപ്പോൾ വന്നപ്പോൾ കൃഷ്ണയും ഞങ്ങളുടെ കൂടെ മാത്രമല്ല, ചില്ലമ്മു, ഷാരു, കൃഷ്ണ 3 പേരും. ഞാൻ മോനെ വിളിക്കുന്നത് ഷാരു എന്നാണ്. അപ്പോൾ അവർ ഒരേ വൈബുള്ളവരാണ്. അങ്ങനെ അങ്ങോട്ട് പോകട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അതേപോലെ അങ്ങനെ നല്ലതായിട്ട് പോകട്ടെ അവര്. ശരത് അവനെ എങ്ങനെ, സത്യം പറഞ്ഞ അവൻ എങ്ങനെ ജീവിതത്തിലേക്ക് വന്നേന്നുള്ള, ഫ്രണ്ട്സ് ആയിട്ട് വന്നേന്നുള്ള ഒറ്റൊരു കാര്യം എനിക്കറിയില്ല. എനിക്ക് നിന്നെ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം, നിന്നെ എവിടെ നിന്ന് കിട്ടിയെന്നറിയാം. ശരത് സ്പോണ്ട് ഔട്ട് ഓഫ് നോവേ. 7ാം ക്ലാസ്സിലോ? എന്നിട്ട് നീ എപ്പോഴാ? 11 10 7 10 11. I got to know him 4 months back. എന്തായാലും കൊള്ളാം. അവന്റെ കൂടെ ആയിരുന്നു ഒരു 13 വർഷമായില്ലേ? കണക്ക് വെക്കാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് അവൻ പിന്നെ പോയി. ഇത് മൊത്തം ഉടായ്പ കല്യാണ സമയം ഇങ്ങനെ പാർട്ടി പൂപ്പർ പൊട്ടിച്ചിട്ട് ഞാൻ പറ്റിച്ച് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവാന്ന് അറിയുമ്പോ തന്നെ ഒരു പക്ഷേ it's the first in our group, so first in our group, and she looks very good for him. Yes, they both look very fun. they look good together, so അവന്റെ ചിരി ഇല്ലാത്ത ജീവിതത്തിലേക്ക് ഒരു ചിരി ആവട്ടെ. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ഇത്ര ചിരിക്കണ കാണുന്നു. ചിരിച്ച് കരയാൻ പോയവൻ അതിന്റെ ഇടയ്ക്ക് അവൻ സിമ്പിൾ ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതില്. And yeah, you should not mention that he's the first one to lose the bet, so who's on the line next year? നമുക്കൊരു ബെറ്റ് ഉണ്ട്. ലാസ്റ്റ് കല്യാണം കഴിക്കുന്നവൻ ഒരു ബൈക്ക് അവന്റെ ചൂസിംഗിൽ. ശരത്തിന് എന്തായാലും പൊട്ടി. എക്സ്പെക്ട് ചെയ്യുന്നു നെക്സ്റ്റ് നീരജ്, പിന്നെ അർജുൻ. ബൈക്ക് എന്റേതാ. ഇവിടെ ഒരു പെണ്ണിനെ കാണുന്നില്ലല്ലോ. വർഷത്തിൽ ഒരിക്കൽ. I will translate. Varshathorike is very accurate. We don't call every day. We just call like once in a month, maybe if we are lucky. But that's more than enough. Like I think calling friendship every few months എല്ലാ ദിവസവും വിളിക്കുന്നതല്ലല്ലോ. Exactly. എപ്പോൾ വിളിച്ചാലും അവസാനം വേണ്ടിയത് അങ്ങ് പിക്കപ്പ് ചെയ്ത് പോകുന്ന പോലെ. അപ്പൊ പിന്നെ സന്തോഷം. He seems happy. Yeah, that's more than enough. Yeah, and I could also catch him smiling. He was looking at her. Okay, I have like video clips when she is coming to sit in like എനിക്ക് കിട്ടിയല്ലോ. So he looks happy. That's what matters. And we are happy for him. തോലക്കരുത്, നല്ല കുട്ടിയാ. എടാ വൃത്തിയായിട്ട് സോണിക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. Hey Sharath, From wishing all of you us. both love and laughter. From all of us. നീരോളം മേലെ മൂടും നിൻ കൺകളിൽ നീരാടും മീനായി മാറും ഞാനേ. നാളെന്നും കാലിൽ മിന്നും മഞ്ചീരമേ, നെഞ്ചിൻ താളം നീയാവും തന്നെ താനേ. നീ മുന്നിൽ വന്നാലെന്നും വസന്തമേ, മാഗന്ധപ്പൂവിൻ കന്നിത്തേനേ. നീലാമ്പലേ